ഫോക്സ് ന്യൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പീറ്റ് ഹെഗ്സിത്ത് എന്ന ഡിഫൻസ് സെക്രട്ടറിയാണ് ഇതിനെല്ലാം ഉത്തരവാദിയെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് അയാളെ കൂടി ഇരുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഈ യുദ്ധത്തിന് അനുവാദം നൽകിയതും തള്ളിവിട്ടതും ഞാൻ ആദ്യം അഭിപ്രായം തേടിയതും പീറ്റ് ഹെഗ്സിത്തിനോടാണ് എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ പരിഹസിച്ചിരുന്നു. കാരണം ഒരു ഡിഫൻസ് സെക്രട്ടറിയുടെ അനുവാദത്തിൻ്റെ പേരിൽ മാത്രം അയാൾ പറഞ്ഞതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഡംബനാണല്ലോ ട്രംപ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ കൊടിയ വംശീയവാദിയും വളരെ നികൃഷ്ടനുമായ ഒരാളാണെന്നാണ് ഇന്ന് പുറത്തു വന്ന ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ പെൻറ്റഗണിൽ റിലീജിയസ് സർവീസസ് നടന്നപ്പോൾ, പ്രാർത്ഥന നടന്നപ്പോൾ, അവിടെ സാധാരണ ഈ സർവീസസ് നടക്കാറുണ്ട്. ഇടയ്ക്കൊരു ദിവസം ഈ പാസ്റ്റർമാർ ട്രംപിനെ തലയിൽ കൈതൊട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നിരുന്നു. ആ പ്രാർത്ഥനാവേളയിൽ ഇവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന വാർത്ത ഗാർഡിയൻ പുറത്തുവിട്ടു. അതായത് ഇറാൻ്റെ ആക്രമണത്തിൽ ഇറാൻ ഇനി ആക്രമിക്കാൻ പോകുമ്പോൾ അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ച നികൃഷ്ടനും വംശീയവാദിയുമായ ഇയാളെ അമേരിക്ക തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ്. ഇയാൾ യഥാർത്ഥത്തിൽ കാസ്റ്റിംഗ് വോട്ടോടുകൂടിയാണ് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ഡിഫൻസ് സെക്രട്ടറിയായി വന്നതെന്നാണ് മറ്റൊരു ചരിത്രം. അമേരിക്കയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ കാസ്റ്റിംഗ് വോട്ടോടുകൂടി രക്ഷപ്പെട്ട ഒരാളാണ് ഇയാൾ. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും 50-50 വോട്ടുകൾ വീതം ചെയ്ത് സെനറ്റിൽ തുല്യനില പാലിച്ചപ്പോൾ JD വാൻസ് എന്ന വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ച കാസ്റ്റിംഗ് വോട്ടിലാണ് ഇയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇയാൾക്കെതിരെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട റിപ്പബ്ലിക്കന്മാരായ 3 സെനറ്റർമാർ എതിർത്ത് വോട്ട് ചെയ്യുകയും ഇയാൾ കടുത്ത അധമനും മയക്കുമരുന്നും അസന്മാർഗിക ജീവിതത്തിൻ്റെ ഉടമയുമാണെന്ന് ഈ സെനറ്റിനകത്ത് പ്രസംഗിച്ച റിപ്പബ്ലിക്കൻ അംഗങ്ങളാണ് പിന്നീട് കൂറുമാറി വോട്ട് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാഫിർ എന്ന് മുദ്ര കുത്തി പ്രഖ്യാപിതമായി ഈ പറയുന്നത് പോലെ വംശീയതയുടെ അടയാളമായി നിലകൊള്ളുന്ന ഒരാളാണ് ഇദ്ദേഹമെന്നാണ് പറയുന്നത്. ഈ റിലീജിയസ് സർവീസസിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത് അമേരിക്കൻ സേനയിലെ മുതിർന്നവർക്ക് പോലും വലിയ അസ്വസ്ഥതയുണ്ടാക്കിയെന്നും അവർ അക്കാര്യത്തിൽ ട്രംപിനെ ഈ വിവരം അറിയിച്ചു എന്നുമാണ് ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന, യുദ്ധത്തിൽ നീതിയാണ് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്, ഇതങ്ങനെയല്ല. തങ്ങൾ ആക്രമിക്കാൻ പോകുന്നവർ ഉന്മൂലനം ചെയ്യപ്പെടണം എന്ന നിർബന്ധമായ വാശി പ്രഖ്യാപനമാണ് വലിയ വിവാദവും വാർത്തയുമായിരിക്കുന്നത്. അതിന് പരമയോഗ്യനാണ് ഹെഗ്സിത്ത് എന്നാണ് ഗാർഡിയൻ പഴയ ചരിത്രങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.